മൂലേപ്പാടം റെയിൽവേ കൾവെർട്ടിന് 1,40,00,000 രൂപ അനുവദിച്ചു. നിർമ്മാണം ഉടൻ തുടങ്ങും. നടപ്പാക്കുന്നത് സമഗ്ര വെള്ളക്കെട്ട് പരിഹാര പദ്ധതിയെന്ന് മന്ത്രി പി രാജീവ്. കളമശ്ശേരി മൂലേപ്പാടം റോഡിലെ വെള്ളക്കെട്ട് നിവാരണത്തിന്റെ ഭാഗമായി കൾവെർട്ട് നിർമ്മിക്കുന്നതിന് 1,40,00,000 രൂപ അനുവദിച്ചു. റെയിൽവേ പാതയ്ക്ക് സമീപം നിലവിലുള്ള പൈപ്പ് കൾവെർട്ടിന് പകരമായി ബോക്സ് കൾവെർട്ട് നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഇതോടെ വെള്ളക്കെട്ട് നിവാരണത്തിനായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും സുപ്രധാന നടപടികൾ പൂർത്തിയായതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ പുഷ് ത്രൂ കൾവെട്ട് നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. നിർമ്മാണ പ്രദേശത്ത് സംയുക്ത പരിശോധന ഉടനെ നടക്കും. റെയിൽവേയുടെ നിലവിലുള്ള പൈപ്പ് കൾവെട്ടിന് പകരം ബോക്സ് കൾവെട്ടാണ് നിർമ്മിക്കുക. മഴയെ തുടർന്ന് പെട്ടെന്നുണ്ടാകുന്ന വെള്ളക്കെട്ടും മിന്നൽ പ്രളയവും ഒഴിവാക്കുന്നതിനും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുമാണ് കൾവെട്ട് നിർമ്മിക്കുന്നത്. പുഷ് ത്രൂ കൾവെട്ടാണ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുക. ഇതിനായി 3.5 കോടി രൂപ ചിലവഴിക്കും. നിർദ്ദിഷ്ട കൾവെട്ടിന് സമീപത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നതിനാൽ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനായി സംയുക്ത പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി, റെയിൽവേ, കൊച്ചി മെട്രോ, ജലവിഭവ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ചേർന്ന് നേരത്തെയും സംയുക്ത പരിശോധന നടത്തിയിരുന്നു. മൂലേപ്പാടം വെള്ളക്കെട്ട് നിവാരണത്തിനായി ജില്ലാ ഭരണകേന്ദ്രം, ദേശീയപാത അതോറിറ്റി, റെയിൽവേ, പൊതുമരാമത്ത്, റവന്യൂ വകുപ്പുകൾ, നഗരസഭ എന്നിവയെ കോർത്തിണക്കിയാണ് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. മൂലേപ്പാടം നഗറിലെ നവീകരിച്ച ബൈലൈൻ റോഡിന്റെയും പുതുക്കിപ്പണിത കലുങ്കിന്റെയും നിർമ്മാണമാണ് PWD പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഒഴുകിയെത്തുന്ന വെള്ളം ദേശീയപാതയ്ക്ക് മറുഭാഗത്തേക്ക് കടത്തിവിടുന്നതിനാണ് ദേശീയപാത അതോറിറ്റി പുഷ് ത്രൂ കൾവെട്ട് നിർമ്മിക്കുന്നത്. മൂലേപ്പാടം റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട റവന്യൂ വിഭാഗം സർവേയിലൂടെ കണ്ടെത്തിയ സാലീസ് തോട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും തീരുമാനിച്ചിരുന്നു. റവന്യൂ വകുപ്പ് കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നഗരസഭ തുടർ നടപടി സ്വീകരിക്കും. തുടർ കയ്യേറ്റങ്ങളുണ്ടെങ്കിൽ അവയും പരിശോധിക്കും. പ്രദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ നിറവേറ്റപ്പെടുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.